വാട്സ്ആപ്പ് ഗീസ് ബോക്സ്മെന്റ് നാസിമാണ്. 15,000 രൂപയിൽ താഴെ ഒരു പ്രീമിയം സെഗ്മെന്റിലുള്ള മൊബൈൽ ഫോൺ നോക്കുന്ന ആളുകളാണെങ്കിൽ പോക്കോയുടെ ഭാഗത്ത് നിന്നും പോക്കോയുടെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള പോക്കോ X6 5G എന്ന് പറയുന്ന ഒരു മൊബൈൽ ഫോൺ വന്നിട്ടുണ്ട്. 15,000 രൂപയിൽ താഴെ നല്ലൊരു ക്യാമറ, ഡിസ്പ്ലേ, അതേപോലെ തന്നെ പ്രോസസ്സർ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു അത്യുഗ്രൻ മൊബൈൽ ഫോൺ തന്നെയാണ് പോക്കോ ഇറക്കിയിരിക്കുന്നത്. ഏതൊക്കെ തരത്തിലുള്ള സ്പെസിഫിക്കേഷൻ ആണ് പോക്കോ X6 എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിൽ തന്നിരിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. അധികം വൈകിക്കേണ്ട, നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ. പോക്കോ X6 Neo 5G എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിനെ കുറിച്ച് പോക്കോ അവകാശപ്പെടുന്നത് പോക്കോ ഇറക്കിയിൽ വെച്ച് ഏറ്റവും സ്ലിമ്മസ്റ്റ് ആയിട്ടുള്ള ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു മൊബൈൽ ഫോൺ എന്നാണ്. ഈ ഒരു മൊബൈൽ ഫോണിന്റെ ബിൽഡിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ 175 ഗ്രാം മാത്രമാണ് ഈ ഒരു മൊബൈൽ ഫോണിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. വളരെ സ്ലിം ആയിട്ട് ഒരു യുണീക്ക് ആയിട്ടുള്ള ബിൽഡ് ക്വാളിറ്റിയിലാണ് ഈ ഒരു മൊബൈൽ ഫോൺ വന്നിരിക്കുന്നത്. ഡിസ്പ്ലേയുടെ വശത്തേക്ക് വന്നു കഴിയുകയാണെങ്കിൽ 6.6 ഇഞ്ചിന്റെ MOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 1000 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. ഡിസ്പ്ലേയുടെ ഫ്ലിക്കറിംഗ് ഒക്കെ കുറയ്ക്കുവാൻ വേണ്ടി 1950 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് ആണ് ഈ ഒരു ഡിസ്പ്ലേയിൽ പോക്കോ നൽകിയിരിക്കുന്നത്. ഈ ഒരു ഡിസ്പ്ലേയുടെ പ്രൊട്ടക്ഷന് വേണ്ടി കോറിംഗ് ഗറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷനും പോക്കോ കൊടുക്കുവാൻ മറന്നിട്ടില്ല. ഈ ഒരു മൊബൈൽ ഫോണിന്റെ ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ ആൻഡ്രോയിഡ് 13ലാണ് ഈ ഒരു മൊബൈൽ ഫോൺ വരുന്നത്. ഈ ഒരു മൊബൈൽ ഫോണിന്റെ ചിപ്സെറ്റിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ നമുക്ക് പോക്കോ ഇത്തവണ നൽകിയിരിക്കുന്നത് മീഡിയാടെക്കിന്റെ ഡിമെൻസിറ്റി 6080 ഒക്ടാ കോർ 6 നാനോമീറ്റർ പ്രോസസർ ആണ് വരുന്നത്. ഈ ഒരു മൊബൈൽ ഫോണിൽ എനിക്ക് പോരായ്മയായിട്ട് തോന്നിയത് ഈ പറയുന്ന ആൻഡ്രോയിഡ് 13 തന്നെയാണ്. എല്ലാ മൊബൈൽ ഫോണും ആൻഡ്രോയിഡ് 14ലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പക്ഷേങ്കിൽ പോക്കോ നമുക്ക് 2 കൊല്ലത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും അതേപോലെ തന്നെ 3 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും പ്രദാനം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആൻഡ്രോയിഡ് 15 വരെ ഉറപ്പായിട്ടും പോക്കോ X6 Neo 5G എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോൺ കൊണ്ടുപോകാൻ സാധിക്കും. മെമ്മറി വേരിയന്റിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ 2 മെമ്മറി വേരിയന്റ് ആണ് പോക്കോ X6 Neo എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിൽ വന്നിരിക്കുന്നത്. 8/128 12/256 ഈ 2 വേരിയന്റിലാണ് വരുന്നത്. സിം സ്ലോട്ടിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ ഹൈബ്രിഡ് ആയിട്ടുള്ള സിം സ്ലോട്ട് ആണ് വരുന്നത്. ഒരേ സമയം നിങ്ങൾക്ക് 2 നാനോ സിമ്മോ 1 നാനോ സിമ്മോ ഒരു മെമ്മറി കാർഡ് യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ഈ ഒരു സിം സ്ലോട്ട് പോക്കോ ഈ ഒരു മൊബൈൽ ഫോണിൽ നൽകിയിരിക്കുന്നത്. ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് ഈ ഒരു മൊബൈൽ ഫോണിന്റെ ക്യാമറ വശത്തേക്കായിരിക്കും. 108 മെഗാ പിക്സലിന്റെ ക്യാമറയാണ് പോക്കോ ഇത്തവണ ഈ ഒരു മൊബൈൽ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. 180ൽ നിങ്ങൾക്ക് 30 FPS ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. 1.8 അപ്പറേച്ചർ ഉള്ള ഒരു വൈഡ് ലെൻസ് ആണ് ഈ ഒരു 108 മെഗാ പിക്സലിൽ വരുന്നത്. 180ലെ 30 FPS OIS സപ്പോർട്ടോട് കൂടി തന്നെ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള കേപ്പബിലിറ്റിയും ഈ ഒരു മൊബൈൽ ഫോണിൽ പോക്കോ നൽകിയിട്ടുണ്ട്. സെൽഫി ക്യാമറയിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ 16 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. 16 മെഗാ പിക്സലിന്റെ ഈ ഒരു ക്യാമറയെ ഒട്ടും തന്നെ കുറച്ച് കാണേണ്ട കാര്യം ഇല്ല. കാരണം മറ്റൊന്നുമല്ല, ഈ ഒരു 16 മെഗാ പിക്സലിന്റെ ക്യാമറ ഉപയോഗിച്ച് 180ലെ 30 FPS നമുക്ക് OIS സപ്പോർട്ടോട് കൂടി തന്നെ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ പോക്കോ നൽകുന്നുണ്ട്. ഈ ഒരു സെഗ്മെന്റിൽ 15,000 രൂപയിൽ താഴെ വരുന്ന സെഗ്മെന്റിൽ മെയിൻ ക്യാമറ ഉപയോഗിച്ചും സെൽഫി ക്യാമറ ഉപയോഗിച്ചും ഇത്തരത്തില് 180ലെ 30 FPS OIS സപ്പോർട്ടോട് കൂടി വരുന്നത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. പോക്കോ X6 Neo 5G എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിന്റെ സൗണ്ട് ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ ലൗഡ് സ്പീക്കർ സെറ്റപ്പ് ആണ് വന്നിരിക്കുന്നത്. സ്റ്റീരിയോ സ്പീക്കർ കൊടുത്തിരുന്നെങ്കിൽ നല്ലതാണെന്ന് എനിക്ക് തോന്നി. കാരണം മറ്റൊന്നുമല്ല, 15,000 രൂപ റേഞ്ചിൽ വരുന്ന മൊബൈൽ ഫോണിൽ ഇപ്പോൾ സ്റ്റീരിയോ സ്പീക്കർ കൊണ്ടുവരുന്ന കുറച്ച് കമ്പനികൾ കൂടിയുണ്ട്. 3.5mm ഒരു ഓഡിയോ ജാക്ക് നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നുണ്ട്. IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്. ഈ ഒരു മൊബൈൽ ഫോൺ തന്നെ IR ബ്ലാസ്റ്ററിന്റെ ആപ്ലിക്കേഷനും റിമോട്ട് ആപ്ലിക്കേഷനും പോക്കോ നൽകുന്നുണ്ട്. ഈ ഒരു മൊബൈൽ ഫോണിന്റെ സെക്യൂരിറ്റി സിസ്റ്റത്തിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ ലോക്കിംഗ് ആൻഡ് അൺലോക്കിന് വേണ്ടി സൗണ്ട് മൗണ്ടഡ് ആയിട്ടുള്ള ഒരു ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് കൊടുത്തിരിക്കുന്നത്. വളരെ സ്മൂത്ത് ആൻഡ് ഫാസ്റ്റ് ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ ബാറ്ററി കപ്പാസിറ്റിയിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. ഈ ഒരു 5000 mAh ചാർജ് ചെയ്യാൻ വേണ്ടി 33 വാട്ടിന്റെ വയർഡ് ചാർജറും ബോക്സിന് ഒപ്പം തന്നെ പോക്കോ നൽകുന്നുണ്ട്. ഏകദേശം 1 മണിക്കൂറും 10 മിനിറ്റ് കൊണ്ട് 100%ലേക്ക് ഈ ഒരു 5000 mAh ഫുള്ളി ചാർജ് ആകാൻ ടൈം എടുക്കുമെന്നും അഡ്വർടൈസ്മെന്റിലൂടെ പോക്കോ അവകാശപ്പെടുന്നുണ്ട്. 3 കളർ വേരിയന്റിലാണ് ഈ ഒരു മൊബൈൽ ഫോൺ മാർക്കറ്റിൽ അവൈലബിൾ ആകാൻ പോകുന്നത്. ആസ്ട്രൽ ബ്ലാക്ക്, ഹൊറിസോൺ ബ്ലൂ, മാർട്ടിൻ ഓറഞ്ച് ഇത്തരത്തിലുള്ള 3 കളർ വേരിയന്റിൽ നിങ്ങൾക്ക് ഈ ഒരു മൊബൈൽ ഫോൺ വാങ്ങാൻ സാധിക്കും. ഇനി ഒരു മൊബൈൽ ഫോണിന്റെ വിലയിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ 8/128 എന്ന് പറയുന്ന ഈ ഒരു വേരിയന്റിന് നിങ്ങൾക്ക് 15,999 രൂപയാണ് വരുന്നത്. ICICIയുടെ ബാങ്ക് ഓഫർ 1000 രൂപ കിഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്നും 14,999 രൂപയ്ക്ക് 15,000 രൂപയ്ക്ക് ഈ ഒരു മൊബൈൽ ഫോൺ വാങ്ങാൻ സാധിക്കും. അതേപോലെ തന്നെ 12256ന്റെ വില എന്ന് പറയുന്നത് 17,999 രൂപയാണ്. 1000 രൂപ നിങ്ങൾക്ക് കുറച്ചതിന് ശേഷം 16,999 വാങ്ങാൻ കിട്ടും. 8/128 എടുക്കാൻ നിൽക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല, നിങ്ങളുടെ കയ്യിൽ ഒരു 2000 രൂപ കൂടുതൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ 12256 എടുക്കുക. കാരണം റാമും റോമും
ഒരുപാട് കൂടുതൽ 2000 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു മൊബൈൽ ഫോണുമായിട്ട് മാർക്കറ്റിൽ കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റിയത് ഐക്യൂന്റെ ഭാഗത്ത് നിന്നുള്ള Z9 എന്ന് പറയുന്ന മൊബൈൽ ഫോണാണ്. ഏതായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതിയാണ്. അങ്ങനെ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യണം. മറ്റൊരു ദിവസം നല്ലൊരു വീഡിയോ കാണുമ്പോൾ നാസിം ഈസ് സൈനിങ് ഓഫ്. താങ്ക് യു.